പിടിച്ചോണ്ട് പോകാൻ വന്ന ലാബാന്റെ മുമ്പിൽ യാക്കോബിന്റെ ഭയമായവൻ ഇറങ്ങി നിന്നു. അവൻ യാക്കോബിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞൊരു പദമുണ്ട്, നിന്നോട് ദോഷം ചെയ്യാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്, എന്നാൽ നിന്നെ തൊട്ടുപോകരുതെന്ന് നിന്റെ പിതാക്കന്മാരുടെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയും, 20 വർഷം ഒരു പൊട്ടനെ പോലെ, ഒരു മന്ദബുദ്ധിയെ പോലെ സകലവും സഹിച്ച് ആ ലാബാന്റെ വീട്ടിൽ യാക്കോബ് കിടന്നെങ്കിൽ ഇന്ന് ലാബാൻ ഒരു കാര്യം മനസ്സിലായി. 20 വർഷം എൻ്റെ വീട്ടിൽ ഒരു മന്ദബുദ്ധിയെ പോലെ കഴിഞ്ഞ ഈ എബ്രായൻ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. ഇവന്റെ ദൈവവും എൻ്റെ ദൈവത്തെ പോലെ അല്ല. ഇവന്റെ ദൈവം ഇറങ്ങി വരുന്ന ദൈവമാ. ഇവന്റെ ദൈവം ഇടപെടുന്ന ദൈവമാ. ഇവന്റെ ദൈവം സംസാരിക്കുന്ന ദൈവമാ. നിന്നെ പലരും കബളിപ്പിക്കുന്നുണ്ട്, നിന്നെ പലരും പറ്റിക്കുന്നുണ്ട്, നിന്നെ പലരും ആക്ഷേപിക്കുന്നുണ്ട്, നിന്നെ കുറിച്ച് ചില ചിന്തിക്കുന്ന നീ ഒരു പൊട്ടനാണെന്ന, നീ ഒരു മന്ദബുദ്ധിയാണെന്ന. എന്നാൽ ഈ കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നീ ആരാണെന്ന്, നീ സേവിക്കുന്ന ദൈവം ആരെന്ന് ദൈവം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തൂ. സാധുക്കളുടെ പ്രത്യാശയ്ക്കെന്നും ദൈവം ഭംഗപ്പെടുത്തുന്നു. തെളിയവനെ ദൈവം എന്നേക്കും മറന്നു കളയില്ല. നില ഉഴുന്നവനെന്നും ഉഴുന്നുകൊണ്ടിരിക്കില്ല. കുറെ നാള് ദൈവം നിന്റെ കണ്ണുനീരിന് മുമ്പിൽ നിശബ്ദമായാലും അവൻ നിനക്ക് വേണ്ടി ഇടപെടും.